EK വിഭാഗം സമസ്തയുടെ ആളുകളും AP വിഭാഗം സമസ്തന്റെ ആളുകളും എല്ലാവരും എഴുതി കൊടുത്തിരിക്കുന്നത് അയാൾ ഫതുൽ മൊയ്ൻ പരിഭാഷ എഴുതിയപ്പോ എല്ലാവരും എഴുതി കൊടുത്തിരുന്നത് അയാൾക്ക് അവതാരിക. ഈ അവതാരിക ഞാൻ പറയും, ഈ പുസ്തകം ഇതില് അവതാരികയുടെ കൂട്ടത്തിൽ എല്ലാവരെയും കാണാം. ഉദാഹരണം പറഞ്ഞാൽ MP TS സമദാനി MP അയാൾ അവതാരിക കൊടുത്തിട്ടുണ്ട്. അതുപോലെ PKM അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, പിന്നെ ബാപ്പു മുസ്ലിയാർ, കക്കാട് മുഹമ്മദ് ഫൈസി അയാൾ പിന്നെ ബൈക്കിനെ പോവുകയും ചെയ്തു. കുറച്ച് അഡ്വക്കറ്റ് AK ഇസ്മായിൽ വഫ, അബ്ദുസമദ് പൂക്കോട്ടൂര്, അബ്ദുൽ നാസിർ സഖാഫി അമ്പലക്കണ്ടി, ഇങ്ങനെ കുറെ ആളുകൾ ഇതിന് അവതാരിക ചെയ്യുക. ഇവരാരും ഇത് വായിച്ചോ ഇതൊന്നും എഴുതി തരുമെന്ന് ചോദിക്കുമ്പോ ഇയാളൊരു പണ്ടുള്ള മലയാളം എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ എഴുതി കൊടുത്തൊരു ഫതുൽ മൊയ്നാണ്. ഈ ഫതുൽ മൊയ്നിൽ ഞാൻ ഈ ഭാഗം വായിക്കട്ടെ. ഫതുൽ മൊയ്ന് ഓതിയ മുലമരുണ്ടാവൂലോ, അപ്പൊ അവർക്ക് മനസ്സിലാവൂലോ ഫതുൽ മൊയ്ൻ അങ്ങനെ ഉണ്ടോന്ന്. 612 പേജിൽ ഇയാൾ ഇതിന്റെ സുഖമുണ്ടോ എന്ന് ഞാൻ പേരോടെ ഈ KVM ബന്ധാവ് മാനസിക രോഗം പറഞ്ഞാൽ ചെയ്തു ഭയങ്കര കംപ്ലൈന്റാ. നിങ്ങളൊക്കെ ഞാൻ ഒന്ന് കേൾപ്പിച്ചേ കേട്ടോളെ. ഫതുൽ മൊയ്നുള്ള ഒരു വിഷയം ഇയാൾ എഴുതിയതാ. ഫതുൽ മൊയ്ൻ ഉണ്ട് മറ്റേ ആൾ എഴുതിയാണ് കേട്ടോളെ. ഒരുത്തൻ മുൻപഴുതും പിൻപഴുതും മാത്രമേ നിസ്കാരത്തിൽ ഔറത്തുള്ളൂ എന്ന കാര്യത്തിൽ ഹംബലി മദ്ഹബ് പിൻപറ്റി. ഇനി ബാക്കി എനിക്ക് കുറച്ച് വിഷമണ്ട് ഇത് വായിക്കാൻ, പക്ഷേ സംഗതി മനസ്സിലാകാൻ വേണ്ടി വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് വായിക്കാതെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കേട്ടോളി. നേന്ത്രക്കുലക്ക് ഒരു പൊതയും പിൻതുളയുടെ പഴുതിൽ വാലുമടക്കം ഒന്നാം തരം ഒരു കോണം നീണ്ടത് പൂശി എന്ന് നിസ്കരിച്ചു. മനസ്സിലായില്ലേ? ഇത് ഒരു മൗലവി ഇതാ. എന്നിട്ട് അയാൾ എന്നെ കുറച്ചിങ്ങോട്ടും പറയാണ് ഹംബലി മദ്ഹബിൽ കോണമെടുത്ത് നിസ്കരിക്കാം, പക്ഷേ വുളുവിൽ കുലുക്കുഴിയലും മൂക്കിൽ വെള്ളം ചേർത്ത് ചീറ്റലും മറ്റും നിർബന്ധം. എന്നാൽ കോണക്കാരൻ വുളുവെടുക്കുമ്പോൾ ശാഫിയായി, നിസ്കരിക്കുമ്പോൾ ഹംബലി. ഇവിടെ നിസ്കാരം സ്വീകാര്യം. ഇതൊക്കെ ഇയാളെ ഭാഷ. ഇതൊരു സുഖമുള്ള ആൾ എഴുതുമോ ഈ വാചകം? ഫതുൽ മൊയ്ന്റെ പരിഭാഷാന്തരം എഴുതിയതാണ്. ഇനി നിങ്ങൾ നോക്ക്, ഈ ഒന്ന് മാത്രമല്ല, ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോ നമ്മളെ തന്നെ ചില ആളുകൾ എന്നോട് തന്നെ സൂചിപ്പിക്കുന്നത് KVM ബന്ധാവിനെ നേരത്തെ അല്ല നിങ്ങൾ തിരക്കൂട്ടല്ല സ്വന്തം പാപ്പൻ ചീത്തറൊക്കെ ഞാൻ കാണിക്കും, പേടിക്കണ്ട. ഒരാൾ എഴുതിക്കൊണ്ട് സ്വന്തം പാപ്പൻ ചീത്തറന്ന് കാണിക്കണം. തിരക്കൂട്ടല്ല 4 ദിവസം നമുക്ക് പരിപാടി. അപ്പോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ KVM ബന്ധാവ് ഒരു പിഴച്ച ആളാണെന്ന് സുന്നികൾ എന്നെ പരിപാടിയില്ല. അപ്പൊ അറിയാത്തത് കൊണ്ട് അവര് ചിലപ്പോൾ അയാളെന്നും കൊണ്ട് കൊടുത്താൽ എഴുതി കൊടുത്തു. അപ്പൊ അവരെ അറിയിക്കൽ എന്റെ ബാധ്യതയാ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ സുന്നികൾ പെട്ടുപോരുന്നല്ലോ, അതുകൊണ്ടാ പറയുന്നത്. ഇയാളൊരു മാനസിക രോഗിയാണ്. ആ മാനസിക രോഗിയാണെന്നതിന് ഇനിയും ഞാൻ തെളിവുകൾ പറയാം. ഞാൻ വെറുതെ പറയില്ല, കേട്ടോളൂ. ഇത് അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ്. ഈ ബുക്കിൽ അയാൾ പറയുന്നത് കേട്ടോളെ. ഞാൻ എന്റെ പേനയുടെ വായ പൊത്തിപ്പിടിച്ച് കൈകെട്ടിയിരിക്കാൻ ശ്രമിച്ചാൽ പോലും പേന ചലിക്കുന്നുവെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഇച്ഛ നടക്കട്ടെ എന്ന് വെക്കുകയല്ലാതെ എന്ത് ചെയ്യാനാണ് ഈ നിരപരാധി? കർമ്മങ്ങളെ ഉപേക്ഷിക്കൽ കർമ്മമായി മാറുന്ന അവസ്ഥയാണിത്. അള്ളാഹുവിന്റെ ഇച്ഛയ്ക്ക് മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ എന്റെ പേന വിധിവിഹിതം അലംഘനീയമായി നിർവഹിക്കുന്നു. അങ്ങനെയാണ് വൈദത്തുമാനക്ക് വ്യാഖ്യാനം ഉണ്ടായത്. സകലതും ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. അതാണ് സത്യം. മയ്യിത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിലെ മയ്യിത്ത് പോലെ ഞാൻ അള്ളാഹുവിന്റെ ഇച്ഛയ്ക്ക് വാങ്ങിക്കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഇതൊരു അപരാധമാണെങ്കിൽ ഞാൻ ഇതിന് നിസ്സഹായൻ. കൊതിച്ചതല്ല, വിധിച്ചതാണിത്. അതിൽ ഞാൻ സംതൃപ്തനാണ്. താനും അള്ളാഹുവിന്റെ വിധി. KVM ബന്ധാവ്. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞ എന്താ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? അപ്പോ ഇയാൾ വിചാരിക്കുമ്പോഴും നടക്കാൻ കഴിയുന്നില്ല, പോലും മയ്യിത്ത് പോയി പോലും വിചാരിക്കും. അപ്പൊ എന്താ? ഇത് മാനസിക രോഗമാണ്. ഈ മാനസിക രോഗം പിടിപെട്ട ഇയാൾ ഇനി ഇയാൾക്ക് മാനസിക രോഗം. ഞാൻ വേറൊരു ബുക്ക് വായിക്കട്ടെ. കാരണം എന്റെ ഈ പ്രസംഗം വെറും ഈ നാദാവൃത്തിക്ക് പ്രസംഗിക്കുന്നതല്ല. ഇത് അള്ളാഹിനെ തോന്നിക്കൊണ്ട് ലോകൊട്ടാകത്തു. അപ്പൊ എല്ലാവർക്കും ശരിക്കും ബോധ്യപ്പെടണല്ലോ. അയാളെ വേറൊരു ബുക്കായത് അൽ ഇൻസാനുൽ കാമിലാണ്.